In the last session, we have discussed the Rayleigh-Jeans formula for blackbody radiation and ultraviolet catastrophe. That Rayleigh-Jeans formula did not match as we go for large frequency. Observed frequency as nu tends to infinity. For large infinity, the spectral energy density decreases as nu tends to infinity. That is what we observed. But Rayleigh-Jeans formula shows that it is proportional to nu square. ഒരു parabolic ആയിട്ട് ഇൻക്രീസ് ചെയ്തു പോവാണ്. അപ്പോൾ ഹയർ ഫ്രീക്വൻസിയിൽ Rayleigh-Jeans ഫോർമുല മാച്ച് ആവുന്നില്ല. സോ അതിനുള്ളൊരു സൊല്യൂഷൻ is given by Max Planck in 1990. He came up with a formula for blackbody radiation that u nu d nu is equal to 8 pi h by c cube nu cube d nu divided by e raised to h nu by kt minus 1. So this was a lucky guesswork of Max Planck. അപ്പോൾ മാക്സ് പ്ലാങ്കിന് ഈ ഒരു കർവ് ഫിറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കിട്ടണം. അതായിരുന്നു അദ്ദേഹം അതിനുവേണ്ടി ഒരു മാത്തമാറ്റിക്കൽ ഗസ് വർക്ക് ചെയ്ത് ഈ ഒരു ഫോർമുല നോക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കാണുമായിരുന്നു. പിന്നീടാണ് അതിനൊരു ഫിസിക്കൽ എക്സ്പ്ലനേഷൻ കൊടുത്തത്. അപ്പോൾ ഈ ഫോർമുല നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ at high frequency that is h nu is much greater than kt. അപ്പോൾ e raised to h nu by kt ആണ്. അപ്പോൾ e raised to h nu by kt, h nu വളരെ കൂടുതലാണെങ്കിൽ ഈ എക്സ്പോണൻഷ്യൽ ഫാക്ടർ വളരെ കൂടുതലാണ്. എക്സ്പോണൻഷ്യൽ ഫാക്ടർ ടെൻസ് ടു ഇൻഫിനിറ്റി. അതായത് ന്യൂ കൂടുകയാണെങ്കിൽ എച്ച് ന്യൂ ബൈ കെ ടി വലുതായതുകൊണ്ട് ഇ റൈസ് ടു എക്സ്പോണൻഷ്യൽ ഒരു വലിയ ക്വാണ്ടിറ്റിയാണ് വരുന്നത്. സോ ഇതിൻ്റെ ഡിനോമിനേറ്റർ ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്. സോ ഡിനോമിനേറ്റർ ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ ആസ് ന്യൂ ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു എച്ച് ന്യൂ ബൈ കെ ടി ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഈ ഡിനോമിനേറ്റർ ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ യു ന്യൂ ഡി ന്യൂ സീറോയിലേക്ക് പോവുകയാണ്. യു ന്യൂ ഡി ന്യൂ ടെൻസ് ടു സീറോ. അതായത് ഈ കർവിന് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ ന്യൂ ഇൻഫിനിറ്റിയിലോട്ട് പോകും തോറും ഈ ഡിനോമിനേറ്റർ ഇൻഫിനിറ്റി ആവും, അതല്ലെങ്കിൽ ഈ ടോട്ടൽ ക്വാണ്ടിറ്റി സീറോയിലേക്ക് പോകുന്നു. ഈ ഒബ്സർവ്ഡ് വാല്യൂ അല്ലെങ്കിൽ ഈ ഒബ്സർവ്ഡ് കർവായിട്ട് എക്സാക്ട്ലി മാച്ച് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് മാക്സ് പ്ലാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ലോ ഫ്രീക്വൻസിയിലും അത് സീറോയിലേക്ക് പോകണം. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. At low frequency we have h nu much less than kt, or we can write h nu by kt is much less than 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പോണൻഷ്യന് ഒരു അപ്രോക്സിമേഷൻ കൊടുക്കാം. We have e raised to x equal to 1 plus x plus x square by 2 factorial plus etc. If this is approximately equal to 1 plus x if x much less than 1. എക്സ് ചെറുതാണെങ്കിൽ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് അങ്ങനെ ഹയർ ഓർഡർ ടൈംസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഈ കേസിൽ എന്ത് വരും? നമുക്ക് 1 by e raised to h nu by kt minus 1. അതിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by e raised to h nu by kt. e raised to x നെ നമുക്ക് എന്ത് എഴുതാം? 1 plus x എന്ന് എഴുതാം. സോ 1 plus x എന്താണ് ഇവിടെ? h nu by kt. അപ്പോൾ ഈ e raised to h nu by kt നെ h nu by kt വളരെ ചെറുതായതുകൊണ്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യാണ് 1 plus x അല്ലെങ്കിൽ 1 plus h nu by kt. പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു -1 ഉണ്ട്. സോ ദിസ് plus 1 and -1 cancels. So we will get it is kt by h nu. 1 by h nu kt or kt by h nu. അങ്ങനെ പ്ലാങ്ക്സ് ഫോർമുലയിൽ കൊടുക്കുകയാണെങ്കിൽ, ഈ അപ്രോക്സിമേഷൻ പ്ലാങ്ക്സ് ഫോർമുലയിൽ കൊടുക്കുകയാണെങ്കിൽ we get u nu d nu is equal to 8 pi h by c cube nu cube d nu into 1 by h nu divided by kt minus 1. അതാണ് നമ്മളിവിടെ അപ്രോക്സിമേറ്റ് ചെയ്ത് kt by h nu കൊടുത്തത്. So this nu cancel with the one of the nu here and this become nu square. So we get 8 pi kt by c cube, since this h also cancels, nu square d nu. ഇതെന്താണ് ഈ ഫോർമുല? This is the Rayleigh-Jeans formula. അവർ ക്ലാസിക്കലി അനലൈസ് ചെയ്തപ്പോൾ കിട്ടിയ ഫോർമുലയാണ്. അപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ പ്ലാങ്ക്സ് ഫോർമുല Rayleigh-Jeans ഫോർമുല തന്നെയാണ്. ഈ അപ്രോക്സിമേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് കാണാം. അപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ Rayleigh-Jeans ഫോർമുലയും കൃത്യമായിട്ടുള്ള ഈ ഒബ്സർവ്ഡ് കർവായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുല ഈ രണ്ട് കാര്യങ്ങളും സോൾവ് ചെയ്യുകയാണ്. ഹൈ ഫ്രീക്വൻസിയിൽ
ആസ് ന്യൂ ടെൻസ് ടു 0 ദിസ് വാല്യൂ യു ന്യൂ 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 ഡി ന്യൂ ടെൻസ് ടു 0. ലോ ഫ്രീക്വൻസിയിൽ അത് റെയ്ലി ജീൻസ് ഫോർമുല തന്നെയാണ്, ഇത് ഈ കർവ് തന്നെയാണ് തരുന്നത്. അപ്പോൾ ഈ കർവിന്, ഒബ്സർവ്ഡ് കർവിന് എക്സാക്ട്ലി മാച്ചിങ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് പ്ലാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നമുക്ക് ഒരു തിയററ്റിക്കൽ ബേസ് അതിന് വേണം. വെറുതെ ഒരു മാത്തമാറ്റിക്കൽ കർവ് കണ്ടുപിടിച്ചുകൊണ്ട് കാര്യമില്ല. എങ്ങനെ ഈ ഇക്വേഷന്, എങ്ങനെ മാക്സ് പ്ലാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഇക്വേഷന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം, ആ ജസ്റ്റിഫിക്കേഷൻ കൂടി പ്ലാങ്ക്സ് കൊടുക്കുകയാണ്. ആ ജസ്റ്റിഫിക്കേഷനാണ് പ്ലാങ്കിൻ്റെ കോൺട്രിബ്യൂഷൻ ക്വാണ്ടം ഫിസിക്സിൽ ആദ്യമായിട്ട് ക്വാണ്ടൈസ്ഡ് എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവരുന്നത്. ഇനി എന്തായിരുന്നു പ്ലാങ്കിൻ്റെ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദിസ് ഫോർമുല എന്ന് നോക്കുക. ആദ്യം ഒരു ഗസ് വർക്കായിരുന്നു, മാത്തമാറ്റിക്കൽ ഗസ് വർക്കാണ്, ഇത് ഫിറ്റ് ചെയ്യുന്ന ഒരു കർവാണ്. പിന്നീടാണ് അദ്ദേഹം അതിന് ജസ്റ്റിഫിക്കേഷൻ കൊടുത്തത്. അത് പിന്നീട് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്യുകയും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ക്വാണ്ടം തിയറിയിലേക്ക് നയിക്കുകയും ചെയ്തത്. പ്ലാങ്ക്സ് ജസ്റ്റിഫിക്കേഷൻ, Planck's justification for his formula in terms of physical principle. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഒരു ബ്ലാക്ക് ബോഡിയുടെ കാവിറ്റിയിൽ ഓസിലേറ്റേഴ്സ് ഉണ്ട്, ഇവിടെയൊക്കെ ഓസിലേറ്റേഴ്സ് ഉണ്ട്. ആ ഓസിലേറ്റേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് അബ്സോർബ് ചെയ്യും എമിറ്റ് ചെയ്യും. സ്റ്റാൻഡിങ് വേവ്സ് ആണ് ഇവിടെ ഉള്ളത്, സ്റ്റാൻഡിങ് വേവ്സ് ആണുള്ളത്. ആ സ്റ്റാൻഡിങ് വേവ്സ് ഇതിലെ കാവിറ്റിയിലെ ഓസിലേറ്റേഴ്സ് അബ്സോർബ് ചെയ്യും എമിറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് അത് സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ റെയ്ലി ജീൻസ് അസ്യൂം ചെയ്തത് എപ്സിലോൺ ബാർ ആണ്, അല്ലെങ്കിൽ അവർ അസ്യൂം ചെയ്തായിരുന്നത് ഈ ഓസിലേറ്റേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ റേഞ്ചിലുള്ള എനർജി എമിറ്റ് ചെയ്യുകയും അബ്സോർബ് ചെയ്യുകയും ചെയ്യണം, എല്ലാ റേഞ്ചിലുള്ളത്. പക്ഷേ പ്ലാങ്ക് കൊണ്ടുവന്ന കൺസെപ്റ്റ് ഇതാണ്, അവർ എല്ലാ എനർജിയും, ഈ ഓസിലേറ്റേഴ്സിന് എല്ലാ റേഞ്ചിലുള്ള എനർജിയും അതിന് എമിറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് എ സ്പെസിഫൈഡ് എനർജി ഗിവൺ ബൈ എപ്സിലോൺ എൻ ഈക്വൽ ടു എൻ എച്ച് ന്യൂ. ഇത്രയും ഒരു റെസ്ട്രിക്ഷൻ ഈ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാലാണ് അദ്ദേഹത്തിന് ഈ ഫോർമുല എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കാവിറ്റിയിലെ ഓസിലേറ്റേഴ്സ് എമിറ്റ് ചെയ്യുന്ന എനർജി കണ്ടിന്യൂസ് ആയില്ല, അല്ലെങ്കിൽ 1 ജൂള്, 1.5 ജൂള്, 1.7 ജൂള്, 1.6 ജൂള്, അങ്ങനെ കണ്ടിന്യൂസ് എനർജി അതിന് പറ്റില്ല. ഒരു ഫിക്സഡ് ഇൻ്റർവെൽ, സേ 2 ആണ് ഇതിൻ്റെ ഇൻ്റർവെങ്കിൽ 2 ജൂള് കഴിഞ്ഞാൽ പിന്നെ 4 ജൂളേ പറ്റുള്ളൂ, പിന്നെ 6 ജൂളേ പറ്റുള്ളൂ, 5 ജൂള് പറ്റില്ല, 3 ജൂള് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒരു ഡിസ്ക്രീറ്റൈസേഷൻ, ഒരു ക്വാണ്ടൈസേഷൻ ഉള്ളൊരു കൺസെപ്റ്റ് വരാണ്, വേർ എൻ ഇസ് എൻ ഇൻറ്റീജർ 0, 1, 2, 3 എക്സിട്ര. അപ്പോൾ ഇൻറ്റീജർ വാല്യൂസ് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. ഇതിനെ എമിറ്റ് ചെയ്യാവുന്നതും അബ്സോർബ് ചെയ്യാവുന്ന എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ക്വാണ്ടൈസേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത് പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുല എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്താണ്. An oscillator in the cavity can interchange energy with the standing waves not continuously but in discrete quantity of h nu. h nu എന്നുള്ള ബേസിക് യൂണിറ്റിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടേ അത് പറ്റുള്ളൂ. ഇനി എങ്ങനെയാണ് ഈ ഓസിലേറ്റർ ഈ എനർജി എമിറ്റ് ചെയ്യുമ്പോൾ ഈ ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലേക്ക് പോകുന്നു. അതുപോലെ ഈ റേഡിയേഷൻ വീണ്ടും അബ്സോർബ് ചെയ്യുമ്പോൾ ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഈ ഓസിലേറ്ററുകൾ ഹയർ എനർജി ലെവലിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇതിൻ്റെ ആവറേജ് എനർജി വർക്കൗട്ട് ചെയ്തു. ഇ ബാർ എൻ ഇസ് ഈക്വൽ ടു, അദ്ദേഹത്തിന് കിട്ടിയത് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകുന്നില്ല. അപ്പോൾ ഹി ഗോട്ട് ഇറ്റ് ഈസ് എച്ച് ന്യൂ ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എച്ച് ന്യൂ ബൈ കെ ടി മൈനസ് 1. അങ്ങനെയാണ് അദ്ദേഹം അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തത്. അപ്പോൾ റിമെമ്പർ, ക്ലാസിക്കലി റെയ്ലി ജീൻസ് അസ്യൂം ചെയ്തത് ക്ലാസിക്കൽ ഓസിലേറ്റേഴ്സ് ആണ്. ക്ലാസിക്കൽ ഓസിലേറ്റേഴ്സ് ആണെങ്കിൽ അതിന് എല്ലാ റേഞ്ചിലുള്ള ഫ്രീക്വൻസി, ഈ ന്യൂവിന് ഏത് വാല്യൂവും എടുക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആവറേജ് എനർജി ഈസ് ഗിവൺ ബൈ ഇക്വിപാർട്ടീഷൻ തിയറം, ഇറ്റ് ഈസ് സിംപ്ലി കെ ടി. അതായിരുന്നു റെയ്ലി ജീൻസ് ഫോർമുലയിൽ നമ്മൾ അസ്യൂം ചെയ്തായിരുന്നത്. പക്ഷേ പ്ലാങ്ക് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു, എനർജി കണ്ടിന്യൂസ് ആയിട്ട് പറ്റില്ല, ക്വാണ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഇ ബാറിന് ഈ ഒരു ഇക്വേഷനാണ് കിട്ടുക. അങ്ങനെ ഇ എൻ ബാറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്ലാങ്ക് റേഡിയേഷൻ ഫോർമുല 1 ഇക്വേഷൻ 1 കിട്ടുന്നത്. ആ ഇക്വേഷൻ 1 നമ്മൾ കണ്ടു, ലോവർ റേഞ്ചിലും അപ്പർ റേഞ്ചിലും അത് ഒബ്സർവ്ഡ് കർവായിട്ട് എക്സാക്ട്ലി മാച്ചിങ് ആവുന്നു. അപ്പോൾ ക്വാണ്ടൈസേഷൻ കൊണ്ടുവന്നാൽ മാത്രമാണ് ഈ ഒബ്സർവ്ഡ് ബ്ലാക്ക് ബോഡി റേഡിയേഷനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ക്വാണ്ടൈസേഷൻ്റെ ഫസ്റ്റ് പാർട്ടാണ് പ്ലാങ്ക് കണ്ടുപിടിച്ചത്. എനർജി ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഓസിലേറ്റർ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആർ ക്വാണ്ടൈസ്ഡ്. പക്ഷെ എപ്പോഴും ഈ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിക്ക്, വേവിന് ഏത് എനർജിയും പോസിബിൾ ആയിരുന്നു. ഇവർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ക്വാണ്ടം ആയിട്ടാണ്, ഡിസ്ക്രീറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് തന്നെ ഏത് എനർജിയും പോസിബിൾ ആയിരുന്നു, കണ്ടിന്യൂസ് ആയിട്ടായിരുന്നു. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ പ്ലാങ്ക് ക്വാണ്ടൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പ്ലാങ്കിന് അത് അറിയില്ലായിരുന്നു. പക്ഷേ ഈ എക്സ്ചേഞ്ച് നടക്കുന്നത് ക്വാണ്ടൈസ്ഡ് ആയിട്ടായിരുന്നു. പിന്നീട് അടുത്ത എക്സ്പെരിമെൻ്റൽ ഇഫക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. ആ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിലാണ് ഈ വേവ് തന്നെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തന്നെ ക്വാണ്ടൈസ്ഡ് ആണെന്നുള്ളൊരു കൺസെപ്റ്റ്, കംപ്ലീറ്റ് ക്വാണ്ടൈസേഷൻ വരുന്നത് അവിടെയാണ്. അപ്പോൾ പ്ലാങ്കിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു, ക്വാണ്ടം മെക്കാനിക്സിലെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു. ക്വാണ്ടമായിട്ട് ചില കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നില്ല, ക്വാണ്ടം ആയിട്ടാണ് നടക്കുന്നതെന്നുള്ള ഒരു സ്റ്റെപ്പായിരുന്നു.
വളരെ പുതിയതായിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ക്ലാസിക്കലി നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നു, ഫാനിൻ്റെ സ്പീഡ് നിങ്ങൾ 4 എന്നുള്ള പൊസിഷനിൽ നിന്ന് 5 എന്നുള്ള പൊസിഷനിലേക്ക് മാറ്റുമ്പോൾ നമുക്കറിയാം ഫാൻ ഗ്രാജ്വലി അതിൻ്റെ സ്പീഡ് കൂടി അത് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് 4 പറയുന്ന സ്പീഡ് 400 RPM ആണെങ്കിൽ 5 500 RPM എന്നാണ്. ഓൾ ഓൺ എ സഡൻ ആണത് സ്വിച്ച് ചെയ്യുന്നത്. 400 നിന്ന് പെട്ടെന്ന് 500ലേക്ക് സ്വിച്ച് ചെയ്യുകയാണ്. അതിനിടയിൽ ഒരു വാല്യൂ അതിന് എടുക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ക്ലാസിക്കലി അറിയാം 400 നിന്ന് 500 RPM ആവുന്നത് എങ്ങനെയാണ്? 401 402 ഗ്രാജ്വലി ആ സ്പീഡ് കൂടി 500ലേക്ക് കുറച്ച് സമയത്തിന് ശേഷമാണ് ആവുന്നത്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് അവിടെ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നതാണ്. ക്വാണ്ടൈസ്ഡ് എന്നുള്ള അതുവരെ ഫെമിലിയർ അല്ലാത്ത ഒരു ഐഡിയ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാക്സ് പ്ലാങ്ക് ആണ്. സോ റിമെമ്പർ, അവിടുത്തെ ക്വാണ്ടൈസേഷൻ കംപ്ലീറ്റ് ക്വാണ്ടൈസേഷൻ അല്ല, എക്സ്ചേഞ്ച് മാത്രം ക്വാണ്ടൈസ്ഡ് ആണെന്നാണ് പ്ലാങ്ക് പറഞ്ഞിരുന്നത്. പിന്നീട് അടുത്ത എക്സ്പെരിമെൻ്റൽ ഇഫക്റ്റിലാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് കംപ്ലീറ്റ് ക്വാണ്ടൈസേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇറ്റ് സെൽഫ് ഈസ് ക്വാണ്ടൈസ്ഡ് എന്നുള്ള കൺസെപ്റ്റ് വന്നത്. അപ്പോൾ അടുത്ത എക്സ്പെരിമെൻ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്.